തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ ഭക്തസംഗമത്തിന് പങ്കെടുക്കുന്നവരുടെ ചിലവിനായി ക്ഷേത്രത്തിലെ പണം ഉപയോഗിക്കാൻ ഉത്തരവ്. മലബാർ ദേവസ്വം കമ്മീഷണറാണ് ഇത്തരമൊരു ഉത്തരവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. താമസവും ഭക്ഷണവും ഉൾപ്പെടെയുള്ള ചിലവുകളാണ് ക്ഷേത്രത്തിന്റെ ഫണ്ടിൽ നിന്നെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് മാസങ്ങളായി ശമ്പളം പോലും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ദേവസ്വം കമ്മീഷണറുടെ വിവാദ ഉത്തരവ്. ജനം ബ്രേക്കിംഗ്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന മലബാർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും ചിലവ് ക്ഷേത്രം ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കണം. ഇവരുടെ യാത്ര, ഭക്ഷണം മുതലായ ചെലവുകളാണ് ക്ഷേത്രം ഫണ്ടിൽ നിന്ന് വഹിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ബോർഡ് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും ചെലവ് മലബാർ ദേവസ്വം ബോർഡിന്റെ തനത് ഫണ്ടിൽ നിന്ന് ഈടാക്കാനും നിർദ്ദേശമുണ്ട്. ദേവസ്വം കമ്മീഷണറുടെ ഈ ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്ര ജീവനക്കാർക്ക് മാസങ്ങളായി ശമ്പളം പോലും ഇല്ലാതിരിക്കുമ്പോഴാണ് അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ദേവസ്വം കമ്മീഷണറുടെ ഈ വിവാദ ഉത്തരവ്. വളരെ നീചമാണ്. ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയത് വളരെ നീചമായിട്ടുള്ളൊരു ഇതായിപ്പോയി. വളരെ എന്താ പറയുക, ശവത്ത് കുത്തുന്ന പോലെയാണ്. ഒരു വല്ല നെല്ലിപ്പട, നമ്മൾ പിന്നെ ക്ഷമയുടെ നെല്ലിപ്പട കണ്ടു എന്നല്ല, 1000 നെല്ലിപ്പട കണ്ടവരാ. എന്തൊരു നീചമാണ് അയ്യപ്പ സംഗമം. അതിനു വേണ്ടിയിട്ട് ഈ പിച്ചച്ചട്ടിയിൽ നിന്ന് വരെ കൈയിട്ട് വാരുകയാണ്. ഇവിടെ ക്ഷേത്രം പട്ടിണിയിലുമായിട്ടും ക്ഷേത്രം പൂട്ടുന്ന ഇതിൽ ഭീഷണിയിലാവുമ്പോൾ അതിനൊരു സംവിധാനം കാണാതെ ഇത് ചെയ്യുന്നത് വളരെ നീചമാണ്. ജീവനക്കാർ പട്ടിണി കിടക്കുമ്പോൾ ക്ഷേത്രം ഫണ്ടും ദേവസ്വം ഫണ്ടും എടുത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമാകണമെന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നുവെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മാത്രമല്ല, പട്ടിണി കിടക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ നെഞ്ചിൽ ചവിട്ടുന്ന പരിപാടിയാണ് ഇത് എന്ന വിമർശനവും ഉയരുന്നു. കൂടാതെ ദേവസ്വം ബോർഡ് ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിതെന്നാണ് ഉയരുന്ന ആരോപണം. ജനം, കണ്ണൂർ. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കുന്നവരുടെ ചിലവിനായി ക്ഷേത്രത്തിലെ പണം ഉപയോഗിക്കാനുള്ള ഉത്തരവാണല്ലോ നിലവിൽ മലബാർ ദേവസ്വം കമ്മീഷണർ നൽകിയിരിക്കുന്നത്. എത്ര അസംബന്ധമായ ഒരു കാര്യമാണ്. കാരണം ഈ ജീവനക്കാർക്കുൾപ്പെടെ ഇപ്പോഴും ശമ്പളത്തിന്റെ കാര്യത്തിലുള്ള അനാസ്ഥ തുടരുകയാണ്. മാസങ്ങളായി ശമ്പളം പോലും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഈ സർക്കാർ സ്പോൺസേഡ് അയ്യപ്പ സംഗമത്തിന് ക്ഷേത്രത്തിലെ പണം ചിലവഴിക്കാൻ ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. എന്തായാലും ഇതിനെ വിവാദമാകാനുള്ള സാധ്യത തന്നെയല്ലേ കാണുന്നത്? തീർച്ചയായും ജോഹരി, നമുക്കറിയാം മലബാർ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്ന HRMC നിയമത്തിന്റെ അതേ ഒരു പകർപ്പാണ് ഇപ്പോഴും തുടരുന്നത്. അതിൽ മാറ്റമോ മറ്റു കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഏകീകൃത സ്വഭാവം മലബാർ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ ഒരു കാരണം പതിറ്റാണ്ടുകളായി മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലെ ജീവനക്കാർ അനുഭവിച്ചു വരികയാണ്. ഭൂരിഭാഗം ജീവനക്കാർക്കും കൃത്യമായി ശമ്പളം കിട്ടുന്നില്ല, മറ്റ് ആനുകൂല്യങ്ങളില്ല, തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യേണ്ടി വരുന്നു. അത്തരത്തിൽ വലിയ പ്രയാസങ്ങളിലൂടെയാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലെ ക്ഷേത്രങ്ങളിലെ ജീവനക്കാർ കടന്നു പോകുന്നത്. അതിനിടയിലാണ് ഈ സർക്കാർ പരിപാടിയിൽ പങ്കെടുക്കാനായി ക്ഷേത്രം ഫണ്ടും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ തനത് ഫണ്ടും ഉപയോഗിക്കാൻ ഒരു ഉത്തരവ് മലബാർ ദേവസ്വം കമ്മീഷണർ തന്നെ ഇറക്കിയിരിക്കുന്നത്. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം. ദേവസ്വം ജീവനക്കാർ പട്ടിണിയിലും മർദ്ദപട്ടിണിയിലും ഒക്കെ കഴിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ദൂർത്തു എന്ന വിമർശനം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. അതായത് കൃത്യമായി പറയുന്നത് ഉദ്യോഗസ്ഥരുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ക്ഷേത്ര ജീവനക്കാരുടെയും ചെലവ് ക്ഷേത്രം ഫണ്ടിൽ നിന്ന് എടുക്കാനാണ് ഉത്തരവ്. ഇവരുടെ യാത്ര, ചെലവുകളാണ് ഈ ക്ഷേത്രം ഫണ്ടിൽ നിന്ന് വഹിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ ബോർഡ് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെയും ചെലവ് ബോർഡിലെ തനത് ഫണ്ടിൽ നിന്ന് ഈടാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഭൂരിഭാഗം ആളുകളും ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണം എന്ന നിർദ്ദേശം കൂടി ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. ഇത് തന്നെ വലിയ എതിർപ്പിന് കാരണമായിട്ടുണ്ട്. കാരണം ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാതെ ഈ ഭൂരിഭാഗം പേരും അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമാകണമെന്ന് പറയാൻ എന്ത് അവകാശമാണ് ഈ മേലുദ്യോഗസ്ഥർക്ക് ഉള്ളത് എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. മാത്രമല്ല, ദേവസ്വത്തിന്റെ ഫണ്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ഫണ്ട് ക്ഷേത്ര ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ചട്ടം. ആ ചട്ടമൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ക്ഷേത്രത്തിന്റെ ഫണ്ട് അയ്യപ്പ സംഗമത്തിന് പങ്കെടുക്കുന്ന ആളുകളുടെ ചിലവിന് വേണ്ടി ഉപയോഗിക്കാമെന്നൊരു വിചിത്ര ഉത്തരവ് ദേവസ്വം കമ്മീഷണർ ഇറക്കിയിരിക്കുന്നത്. ഇത് വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് കാരണമായിട്ടുള്ളത്. കാരണം സാധാരണഗതിയിൽ ക്ഷേത്രത്തിന്റെ വികസനത്തിനായി ഒരു പണം എടുക്കണമെങ്കിൽ അതത് ക്ഷേത്രത്തിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പ്രത്യേക റിക്വസ്റ്റ് ഒക്കെ കൊടുത്തു വേണം ഈ പണം ക്ഷേത്രാവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ.
അത്തരം ഒരു സാഹചര്യമൊക്കെ നിലവിലേക്ക് എന്ത് അവകാശമാണ് അല്ലെങ്കിൽ എന്ത് അധികാരത്തിന്റെ പുറത്താണ് ഇവർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊരു ചോദ്യം തന്നെയാണ്. മാത്രമല്ല, പട്ടിണിയിലും മർദ്ദപട്ടിണിയിലുമായി കഴിയുന്ന മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ നെഞ്ചിൽ ചവിട്ടുന്ന പരിപാടിയാണ് ഇത് എന്ന വിമർശനവും ശക്തമാണ് രോഹിണി. അതെ, ശരി മിഥുൻ. എന്തായാലും വളരെ വിചിത്രമായ ഒരു ഉത്തരവ് തന്നെയാണ് തിരുവിതാംകൂർ മലബാർ ദേവസ്വം കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ പങ്കെടുക്കുന്നവരുടെ ചിലവ് മുഴുവൻ വഹിക്കാൻ ക്ഷേത്രത്തിലെ പണം ഉപയോഗിക്കാം എന്നുള്ള ഉത്തരവാണ് നിലവിൽ മലബാർ ദേവസ്വം കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാസങ്ങളായി ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് ശമ്പളം പോലും നൽകുന്നില്ല. ഇത്തരത്തിലുള്ള അനാസ്ഥ തുടരുമ്പോഴാണ് ഈ സർക്കാർ സ്പോൺസേർഡ് അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ നടത്തുന്ന ഈ പ്രഹസനത്തിന് കുടപിടിക്കാനായി മലബാർ ദേവസ്വവും ഒരുങ്ങുന്നത്. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.